ലാൽ സലാം ഡി എസ് ഇറേ പ്രണവ് മോഹൻലാൽ നായകനായി ഞെട്ടിച്ച് കളഞ്ഞ ചിത്രമാണ് ഡി എസ് ഇറേ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിൻ്റെ ശനിയാഴ്ച സൂപ്പർ സാറ്റർഡേ ആയി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുവരെയുള്ള നിമിഷങ്ങളിൽ സിനിമ അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയാണ്. ഹെവി എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ഹൊറർ മൂവിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത്. വെറും 2 മണിക്കൂറിൽ താഴെ മാത്രമുള്ള ഈ ഒരു ചിത്രം ഇന്ന് മലയാളത്തിൻ്റെ അഭിമാന സിനിമയായി മാറിയിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന കാര്യം നിങ്ങളായി ഏറ്റെടുക്കുക. ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് സിനിമയുടെ കളക്ഷനായിട്ടും അതേപോലെ തന്നെ ഇന്ന് എത്ര നേടി, അതേപോലെ കുറച്ച് വാർത്തകളുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ 1479 ഷോകളാണ് ഈ ഒരു ശനിയാഴ്ച വൈകുന്നേരം 3 മണി വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,20,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെയുള്ള നിമിഷങ്ങളിൽ 51.61% സിനിമയുടെ ഒക്യുപ്പൻസിയായി 3 മണി വരെ വന്നിരിക്കുന്നത്. 3,70,00,000 രൂപ, അതായത് 3,69,50,562 രൂപയാണ് ട്രാക്കിങ്ങിൽ വന്നിരിക്കുന്നത്. അങ്ങനെ സിനിമ ഉച്ചവരെ അല്ലെങ്കിൽ ഒരു മിഡ് വരെയുള്ള സമയങ്ങളിൽ ഇത്ര വരുമ്പോൾ ഇന്ന് ഫൈനലായിട്ട് നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നു അത് 6.5 കോടിയായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ കളക്ഷൻ ഈ ഒരു സിനിമ ഫൈനൽ ഗ്രോസിൽ വരാൻ പോകുന്നത്. ട്രാക്കിങ്ങിലൂടെ സിനിമ 6 കോടി 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 കോടി 90 ലക്ഷം രൂപ ആ റേഞ്ചിലായിരിക്കാം ഇനിയും വരാൻ പോകുന്നത്. ഇന്ന് 51% ആണെങ്കിൽ 85 തൊട്ട് 89% വരെയുള്ള ഒക്യുപ്പൻസിയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും സിനിമയുടെ മറ്റ് ചില കളക്ഷനും അങ്ങനെയുള്ള റിപ്പോർട്ടുകളിലേക്കും. സിനിമയ്ക്ക് മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 14,700 മുകളിലുള്ള ടിക്കറ്റുകളാണ്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസത്തെ. അതുപോലെ തന്നെ സിനിമയുടെ ആദ്യ ദിനത്തെയും ഒക്കെ കളക്ഷനിലേക്ക് വരാം. ആദ്യ ദിനം സിനിമയ്ക്ക് 4 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. പ്രീമിയറും അതേപോലെ തന്നെ ഡേ 1 കളക്ഷനും അനുസരിച്ചിട്ട് 4,85,00,000 രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കേരള കളക്ഷനായിട്ട് മാത്രം വന്നിരിക്കുന്നത്. ഇന്ത്യ കളക്ഷനായിട്ട് സിനിമയ്ക്ക് 5.5 കോടിക്കടുത്ത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണെന്നും ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകളല്ല എന്ന് ഞാൻ പറയുകയും ചെയ്യുന്നു. ഇനിയും സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ 10,30,00,000 രൂപയായിരിക്കാം അപ്രോക്സിമേറ്റ്ലി. ഒരുപക്ഷെ 10 കോടി അല്ലെങ്കിൽ 10.5 കോടിക്ക് മുകളിൽ ആ റേഞ്ചിലൊക്കെ വരാനുള്ള ചാൻസുകൾ ഏറെ തന്നെയാണ്. എന്തായാലും ആദ്യ ദിനം ഈ റേഞ്ചിൽ നേടിയ സിനിമ ശനിയാഴ്ച 15 കോടിയെങ്കിലും നേടും, അല്ലെങ്കിൽ 13-14 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതാണ്. അതായത് 2 ദിവസം കൊണ്ട് സിനിമ 25 കോടിക്ക് ആ ഒരു മാർജിനിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇന്നത്തെ അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ പ്രീസെയിൽ കൂടെ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായും സിനിമ 25 കോടി ഇന്നത്തെ ദിവസത്തോടെ തൂക്കിയിരിക്കുമെന്നുള്ളത് ഉറപ്പിക്കാം. എന്തായാലും പ്രീസെയിലിലൂടെ അല്ലെങ്കിൽ പ്രീമിയർ ഷോയിലൂടെ മാത്രം സിനിമ 83 ലക്ഷം രൂപയാണ് നേടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് തന്നെ നമുക്ക് ട്രാക്കിങ്ങിലൂടെ പോവുകയാണെങ്കിൽ 76 ലക്ഷം രൂപ ട്രാക്ക് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ആദ്യ ദിനത്തെ കളക്ഷനായി 3,44,99,90 ആ റേഞ്ചിലേക്കുള്ള എമൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാം. ഈ ഒരു ഗണത്തിൽ വരുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള, സാധാരണ മലയാളത്തിന് ഒരു ഹൊറർ പടം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് വിനയം ചെയ്ത് വെച്ച പടങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ അങ്ങ് മാറ്റിയിട്ട് എന്താണ് ഹൊറർ എന്നുള്ളത് നമ്മളെ കൃത്യമായി രാഹുൽ സദാശിവൻ കാണിച്ചു തരികയാണ്. ഒരു നടനെ എങ്ങനെ മോൾഡ് ചെയ്യാമെന്നുള്ളതും അദ്ദേഹം കാണിച്ചു തരികയാണ്. പ്രണവ് മോഹൻലാലിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പ്രണവ് ആ രീതിയിൽ തന്നെയാണ് സിനിമയെ എത്തിച്ചിരിക്കുന്നത്. അതെ, വളരെ വളരെ കൈയടക്കത്തോടെ, അച്ചടക്കത്തോടെ, ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഒരു രക്ഷയുമില്ലാതെ കൊടൂരമായിട്ട് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കമുള്ള ക്യാരക്ടേഴ്സുമായിട്ട് മാത്രമാണ് രാഹുൽ സദാശിവൻ സിനിമകൾ വരാറുള്ളത്. അത് തന്നെ ആ പതിവ് ഇവിടെയും തെറ്റിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ അതിഗംഭീരമായിട്ട് അതിശക്തമായിട്ടുള്ള മറ്റൊരു സിനിമ കൂടി പിറന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ സദാശിവൻ അങ്ങനെയാണ് ഈ ഒരു സിനിമയെ മോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഏത് വ്യക്തിയെയും ഞെട്ടിക്കും. പക്ഷേ അല്ലെങ്കിൽ ചില ആളുകൾ, അത് ആര് ആണെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സിനിമ ഇറങ്ങിയാലും അതുപോരാ എന്ന് പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ട്. അതിപ്പോൾ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഇനിയിപ്പോൾ എന്തിന് വേറെ സാധാരണ പുതിയതായി വന്നിരിക്കുന്ന ഒരു നടൻ്റെ ആണെങ്കിൽ പോലും അങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ പോയി കണ്ടിട്ട്, കോഞ്ചറിങ് പോലെയുള്ള സിനിമകൾ കണ്ടിട്ട് ഗംഭീരം എന്ന് പറയുമെങ്കിൽ ഇത് മലയാളത്തിൽ ആ റേഞ്ചിൽ നിൽക്കുന്ന ചിത്രമാണെന്നുള്ളത് ആരും മറക്കണ്ട. കാരണം അത്ര
മികച്ച രീതിയിലാണ്, ഒരു ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പുച്ഛമങ്ങ് മാറ്റി വെച്ച് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത് അങ്ങനെയുള്ളൊരു പടം തന്നെയാണ്. 2 മണിക്കൂറിൽ താഴെ മാത്രമുള്ള ഈ ഒരു ചിത്രം തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഒരു സിനിമ കണ്ട ഫീലല്ല തരുന്നത്. ഇതിനകത്തിൽ രാഹുൽ സദാശിവൻ്റെ ഭ്രമയോഗം കണ്ടവർക്കറിയാം, അതിൽ 4-മത്തെയോ 5-മത്തെയോ ക്യാരക്ടറെ നമ്മൾ ആ സിനിമയിൽ മുഴുനീളം തുടക്കത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ കയറുന്ന ഒരു ആളുകളാണെങ്കിൽ, ഇതിനകത്തിൽ നമുക്ക് വേറൊരു തരത്തിലുള്ള അനുഭൂതിയാണ് നൽകുന്നത്. അതിനകത്തിൽ ചില സീനുകൾ ഞാൻ പറയാം, വേറെ ഒന്നുമല്ല, ഒരു കാറ്റ് വരുന്ന സീനുകളൊക്കെ ഉണ്ട് ഇതിനകത്തിൽ. ആ കാറ്റ് വരുമ്പോൾ നമുക്ക് അത് സ്ക്രീനിലാണ് കാണുന്നത്, പക്ഷേ അതിൻ്റെ ആ ഒരു ഫീല് നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ആ കാറ്റ് ലഭിക്കുന്ന ലെവലിലുള്ളതുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് സ്പോയിലർ അല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ പല മുഹൂർത്തങ്ങളും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇവിടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ ഏറെക്കുറെയുള്ള കളക്ഷൻ 17 ലക്ഷം രൂപയാണ് പ്രീമിയറിൽ നിന്ന് മാത്രമേ നേടിയത്. ആദ്യ ദിനം 65 ലക്ഷം രൂപയ്ക്ക് മുകളിലുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്താണേലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഫോർ എ ഹൊറർ ഫിലിം ആൻഡ് എ റേറ്റഡ് മൂവി എന്ന് തന്നെ ബുക്ക് മൈ ഷോയിൽ ഡേ 1 ട്രെൻഡിങ് അടിച്ച് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 238.07K ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം സിനിമ ആദ്യ ദിനം വിറ്റുപോയി. രണ്ടാം ദിനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളായിരിക്കും വിറ്റുപോകുക. ഇന്ന് ഈ ശനിയാഴ്ച നമുക്ക് കാണാനും കഴിയുന്നത് അത് തന്നെയാണ്. ഇത് ഒരു റെക്കോർഡിലേക്ക് തന്നെ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആദ്യ 4 ദിനങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5-ാം ദിനത്തിൽ സിനിമ 50 കോടിയിലേക്ക് കടക്കും. കാരണം അതിനുള്ള മുതൽ ഇതിനകത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര ഗംഭീരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വർക്ക് എന്ന് തന്നെ പറയാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലൂടെ മികച്ച രീതിയിൽ തന്നെ എത്തിയിരിക്കുന്നു. ഇനിയും സിനിമയുടെ വെർഡിക്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഓഡിയൻസും ക്രിറ്റിക്സും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ. മനോരമ ഓൺലൈനിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ച പറയാം, അല്ലെങ്കിൽ കഥ പറയാം. ഡയസിറെ ഈസ് എ ടെക്നിക്കലി ഗ്രൗണ്ടഡ് ഫിലിം ദാറ്റ് ഷോക്കേസസ് രാഹുൽസ് കണ്ടിന്യൂഡ് ഗ്രോത്ത് ആസ് എ ഫിലിം മേക്കർ. ദ ഹിന്ദുവിൽ വന്നിരിക്കുന്ന രാഹുൽ സദാശിവൻ ഡെലിവർ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഹൊറർ ഫിലിം ഇൻ മലയാളം. ഇനി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിരിക്കുന്നത് പറയാം, രാഹുൽ സദാശിവൻ ആൻഡ് പ്രണവ് മോഹൻലാൽ ഡെലിവേർഡ് എ വിഷ്വൽ സ്പെക്ടാക്കിൾ ദാറ്റ് പുഷസ് ഇന്ത്യൻ ഹൊറർ സിനിമ ടു ന്യൂ ഹൈറ്റ്സ്. മലയാളത്തിലെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ അടിവരയിട്ട് പറയട്ടെ. ഇനിയും ഇന്ത്യ ടുഡേയിലാണെങ്കിൽ ജാംസ് കെയേഴ്സ് ജെനുവിൻ ചിൽസ് മേക്ക് പ്രണവ് മോഹൻലാൽസ് ഫിലിം എ വിന്നർ എന്നുള്ളതാണ്. രാഹുൽ സദാശിവൻ സ്കോർസ് എ ഹാട്രിക് വിത്ത് ദിസ് ഹൊറർ മൂവി സ്റ്റാറിംഗ് പ്രണവ് മോഹൻലാൽ എന്നുള്ളതാണ് OTT പ്ലേയിൽ വന്നിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രണവ് മോഹൻലാൽ ഷൈൻസ് ഇൻ രാഹുൽ സദാശിവൻസ് വെൽ ഡിഫൈൻഡ് ഹൊറർ ഫിലിം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ആ ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്. ഇത് നമ്മൾ ഏറ്റവും രീതിയിലുള്ള ഒരു വെർഡിക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൊറർ ഫിലിം കാണാൻ പോകുമ്പോൾ എന്താണ് കണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ, വെറുതെ എന്തെങ്കിലും കുറച്ച് പ്രേതകഥകൾ കാണിച്ചിട്ട് ഞെട്ടിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മളെക്കൊണ്ട് വെറുതെ ചിരിപ്പിക്കുന്ന പരിപാടിയല്ല രാഹുൽ സദാശിവനും പ്രണവ് മോഹൻലാലും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞെട്ടിക്കുമെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച് തന്നെയാണ്. അതിനകത്തിൽ സൗണ്ട് ഉണ്ടാക്കുകയോ ബഹളം കൂട്ടിയിട്ടോ ഒന്നുമല്ല. അതിനകത്തിൽ ഗംഭീര പെർഫോമൻസും അതേപോലെയുള്ള വിഷ്വൽ ട്രീറ്റും അതേപോലെ BGMും എല്ലാം കൂടെ ചേർന്ന് ഒരു ഹോളിവുഡ് മൂവിയുടെ എല്ലാ ഗുണങ്ങളുമോടെ ഒരു സിനിമ ഇറക്കിയിരിക്കുകയാണ്. മലയാളത്തിൻ്റെ മികവ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.